തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ CPIM-ലെ ആന്തരിക വിപ്ലവത്തിനുള്ള സാധ്യത ഏറിയെന്നാണ് പറയപ്പെടുന്നത്. നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ പ്രകാശ് കാരാട്ടും പിണറായി വിജയനും ഒരുപോലെ കുറ്റക്കാരായി. എന്തായാലും ഇതെല്ലാം മനസ്സിൽ വച്ചിട്ടോ എന്തോ മഹാകവി ജി സുധാകരൻ നിയമസഭയിൽ പ്രകോപിതനായി പ്രസംഗിച്ചു. ആന്തരിക വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രത്യേകം ക്ലാസ് എടുത്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആശയ സമരമാണ് വേണ്ടത് ഏത് കാര്യത്തിലും. കാരണം എപ്പോഴും വിഭിന്നമായ പ്രതിഭാസങ്ങളാൽ സഞ്ചിതമാണല്ലോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഇതിൽ ഓപ്പോസിറ്റും നെഗറ്റീവും ഇല്ലെങ്കിൽ എവിടെയാണ് നിലനിൽക്കുന്നത്? ഇത് ശാസ്ത്രമല്ലേ? ഇത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ലേ? ഇത് വിഭിന്നമായ എതിർ ശക്തികൾ തമ്മിലുള്ള സമരവും ഒത്തുതീർപ്പിലുമാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഫാളപ്പാട്ടായിപ്പോഴും. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബലം കൂടിയാൽ മറുഭാഗം തകരും. അങ്ങനെയാണ്. എന്തുകൊണ്ട് ഭൂകമ്പം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു? സാധാരണ ഉണ്ടാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് കുറേ ഭാഗം അങ്ങ് ഊഷരമായി പോകുന്നു? കാരണം ആ ബാലൻസിലെ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ തന്നെ സമത്വം നിലനിർത്താതെ അടിച്ചമർത്തി ഫ്യൂഡലിസ്റ്റുകളോ കുത്തക മുതലാളിമാരോ അതുപോലെ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഈ ഉഗ്രശാസനക്കാർ ഏകാധിപതികളോ നാട്ടുകാരെ അടിച്ചമർന്ന് നാട്ടുകാർ പൊട്ടിത്തെറിക്കും, അവൻ വെളിയിൽ പോകും. അപ്പോൾ അതൊരു അബ്നോർമലായ സിറ്റുവേഷനാണ്. അബ്നോർമലായ സിറ്റുവേഷനിലാണ് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണ സിറ്റുവേഷൻ വിപ്ലവം ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളിൽ ആ പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യാധിഷ്ഠിതമാണെങ്കിലും സ്വാഭാവിക വൈരുദ്ധ്യങ്ങളാൽ നിർമ്മിച്ചതാണ് പ്രപഞ്ചം. അസ്വാഭാവികമായ വൈരുദ്ധ്യങ്ങൾ, അതായത് മനുഷ്യരാശിയും പ്രപഞ്ചവും അംഗീകരിക്കാത്ത അസ്വാഭാവികമായ വൈരുദ്ധ്യങ്ങളിലേക്ക് ഏത് സമൂഹം പോകുന്നോ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും, അവിടെ വിപ്ലവം. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും അതുപോലെ അമേരിക്കൻ വിപ്ലവവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്നത്. എങ്ങനെയാണ്? അസ്വാഭാവികമായ അടിച്ചമർത്തൽ വരുന്നു. അപ്പോൾ അത് ജനങ്ങളത് തട്ടിമാറ്റും. സംഗതി എന്തായാലും ധാർമ്മികതയുടെ പേരിൽ രാജ്യപ്രഖ്യാപനം നടത്തിയ കുണ്ടറ MLA MA ബേബി ഇതുവരെ സഭയിലെത്തിയിട്ടില്ല. ബേബിയുടെ കാര്യം ഇനി എന്താകുമോ എന്തോ. അതേതായാലും സുധാകരൻ അറിയില്ല. ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും ഒന്നും ഇല്ലാത്തവരുടെ ഗതി കെജ്രിവാളിൻ്റേതുപോലെ ആകുമെന്നാണ് സുധാകരന്റെ പക്ഷം. മോദിക്കുള്ള ചരിത്രമെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ആവശ്യമാണത്രേ. വൈജ്ഞാനികമായ വേർപിരിയലാണോ വൈജ്ഞാനികമായ ഉദ്ഗ്രഥനമാണോ ആവശ്യമെന്നുള്ളതാണ്. ഒരു കാലത്ത് കുറേ രാഷ്ട്രീയക്കാർ കടന്ന് പറഞ്ഞു, നമ്മളാരുമാണെന്നല്ല ചില മന്ത്രിമാരും പറയും. ചിലർ മന്ത്രിമാരായാലും ഉടനെ അങ്ങ് വലിയ വെളിച്ചം വരുക തലയിലോട്ട്. അതുവരെ ഇല്ലാത്ത അറിവുകളങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇക്കണോമിക്സ് വേണ്ട. ഇവിടെ ഞാൻ കേരളത്തിൽ കേട്ടാൽ വേണ്ട ഒരു മന്ത്രി പറയുന്നത്. ആ മന്ത്രി ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇനി ഇക്കണോമിക്സ് വേണ്ട, ഇനി ഹിസ്റ്ററി വേണ്ട. നമ്മളിനി കമ്പ്യൂട്ടർ പഠിച്ചാൽ മതി. ഇപ്പം കമ്പ്യൂട്ടർ പഠിക്കാൻ ആളേ ഇല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ. സീറ്റെല്ലാം ഒഴിഞ്ഞു കിടക്കുക. അതുകൊണ്ട് കമ്പ്യൂട്ടർ പഠിക്കേണ്ടതാണ്. എല്ലാവരും അങ്ങോട്ട് തള്ളിക്കയറിയപ്പോൾ ഇഷ്ടംപോലെ ഗ്രാജുവേറ്റ്സായി, ജോലിയില്ല. അതുകൊണ്ട് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽസിനും ഇപ്പോൾ ജോലിയില്ല. പെൺകുട്ടികൾ വെറുതെ പഠിച്ചിട്ട് നിൽക്കുകയാണ്. ഒരു പോസ്റ്റ് വിളിച്ചാൽ 500 പെൺകുട്ടികൾ വരും. നോക്കിക്കോളൂ. സിവിള് ഒത്തിരി കാലം ആർക്കും വേണ്ടായിരുന്നു, ഭയങ്കര ഡിമാൻഡായിപ്പോൾ. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഒരു കാലത്ത് ഭയങ്കര സിവിളാണ് എഞ്ചിനീയറിങ്ങിൻ്റെ മാതാവ്. ശാസ്ത്രത്തിൻ്റെ മാതാവ് ഗണിതശാസ്ത്രമാണെന്ന് പറയുന്നത് പോലെ എഞ്ചിനീയറിങ്ങിൻ്റെ മാതാവാണ് സിവിൾ. ആർക്കും വേണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ സിവിളിന് ഭയങ്കര തിരക്ക്, മെക്കാനിക്കലിന് തിരക്ക്, ഇതിനൊക്കെ ഭയങ്കര തിരക്ക്. കോമേഴ്സിന് എന്ത് തിരക്കായിപ്പോൾ? എന്ത് തിരക്കാ? കെമിസ്ട്രി ആർക്കും വേണ്ട, ഫിസിക്സ് ആർക്കും വേണ്ട. കോമേഴ്സിന് ഭയങ്കര തിരക്ക്. ഇക്കണോമിക്സിന് ഭയങ്കര ഡിമാൻഡ്. പുതിയ ഗവൺമെൻറ് കോളേജായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ ഇക്കണോമിക്സിന് 85% താഴെ ഒറ്റയാളിന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല BA-ക്ക് ആ പാവപ്പെട്ടവരുടെ നാട്ടിൽ. അപ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് ആവശ്യമാണെന്നും എല്ലാ വിഷയങ്ങളും വരുന്നത് ഈ സമൂഹത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വിജ്ഞാനത്തിൽ നിന്നാണെന്നും അതിനെ ഒന്നിന് പ്രാധാന്യവും ഒന്നിന് പ്രാധാന്യക്കുറവും അല്ല, ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അത് ഒരു മെയിൻ പോയിൻ്റായിട്ട് വരുന്നതിന് കുറച്ച് ഇത് വരും. അത് നമ്മൾ മനസ്സിലാക്കി വിദ്യാഭ്യാസത്തെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിന് പകരം ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ ചരിത്രമേ പഠിക്കണ്ട. ചരിത്രമില്ലാതെ കോഞ്ചരിവാളന്മാരാവാം. അയാൾക്ക് ചരിത്രമില്ലല്ലോ. കോഞ്ചരിവാളിന് ചരിത്രമില്ല. കോഞ്ചരിവാൾ അയാളുടെ പരാജയം അതാണ്. അയാൾക്ക് ചരിത്രമില്ല. നേരെ മറിച്ച് മോഡിക്ക് ചരിത്രമുണ്ട്. RSSന്റെ ചരിത്രം അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ ജയിക്കുന്നത് കൊണ്ടാണ്. ആ ചരിത്രത്തിന് മേലെ അയാൾ ജയിച്ചത്. അതിന് കുറേ വോട്ട് കിട്ടി, വർഗീയതയ്ക്ക് വോട്ട് ഭിന്നിച്ചു പോയി. കോഞ്ചരിവാളിന് ചരിത്രമില്ല. പപ്പടം പോലെ പൊടിഞ്ഞില്ലേ? അയാൾക്ക് എന്ത് ചരിത്രം? കോൺഗ്രസും വേണ്ട, കമ്മ്യൂണിസ്റ്റും വേണ്ട, ആരും വേണ്ട. ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥൻ. ഞാൻ 2 പാൻറ് വിട്ട് ഒരു കോട്ട് വിട്ട് ഇറങ്ങി വന്ന് നാട്ടുകാരെ സേവിക്കാൻ വന്നിരിക്കുക. എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണം, മുഖ്യമന്ത്രി സ്ഥാനം വേണം. ഞാൻ എതിർത്ത് തോൽപ്പിച്ച കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്താലും നാണമില്ലാതെ ഞാൻ സപ്പോർട്ട് സ്വീകരിക്കും. ഇതല്ലേ എന്ത് രാഷ്ട്രീയമാണ്? അത് പൊളിഞ്ഞു. ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൈജ്ഞാനികമായ ഉദ്ഗ്രഥനമാണ്, വേർപിരിയലല്ല. അതിനാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. സർവകലാശാലകളെ അയോഗ്യർ നയിക്കേണ്ടി വരുന്നതിന് പരിഹാരമായി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന് ആവശ്യമായ ഉപദേശവും സുധാകരന്റെ കയ്യിലുണ്ട്.
പിന്നെ ഓട്ടോണമസ് കോളേജിനെ പറ്റി ഞങ്ങളാരും എതിരല്ല, അതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. ഇപ്പം ഈ കേരളത്തിൽ ഉള്ള ജാതിമത മേധാവികളുടെ കുന്നവും കുലുക്കി ഇറങ്ങി നടക്കുന്ന ഈ കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ എത്ര കുന്നവാ കുലിക്കുന്നത്? ഞാനത് കാണിക്കും, ഞാൻ ഇത് കാണിക്കും, ഇനി വന്നേ വോട്ട് തരാം. ഞങ്ങളാരും ഒരാളുടെ അടുത്ത് കാല് പിടിക്കാൻ പോയിട്ടില്ല, പിടിക്കാതെ ജയിച്ചത് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നു ഒരു രഹസ്യമായിട്ടും പോയിട്ടില്ല, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. ഞാനടുത്തും പോയിട്ടില്ല. പോയവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, പോയത് തെറ്റാണ്ടല്ല, പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഔദാര്യം ഒരാളെ അവിടെ പോകുന്ന നമ്മുടെ മര്യാദ കൊണ്ട് എന്താ അതിൻ്റെ സംഘടന നേതാ അത്രയും കേട്ടാൽ മതി. ഇവരുടെ കയ്യിലാണോ രാഷ്ട്രീയം ഇരിക്കുന്നത്? അങ്ങനെയാണ് എന്തിനാണ് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ? എന്തിനാണ് സമുദായ സംഘടന ചേർന്നാൽ പോലെ? എന്താ നമ്മളവരെ ആക്ഷേപിക്കാൻ പാടില്ല, ആവശ്യമായി അവരനാവശ്യമായി കുതിര കയറാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കോഴ വാങ്ങുന്ന കോളേജ് അധ്യാപകനോടും സ്കൂളത്തെ ലക്ഷങ്ങൾ കോഴ വാങ്ങുന്ന ഒരു സമൂഹത്തിൽ ഐഡിയലായി ഓട്ടോണമസ് കോളേജ് പ്രവർത്തിക്കുന്ന യൂറോപ്പിലെയും അമേരിക്കയിലെയും വികസിത രാജ്യങ്ങളിലെ ഓട്ടോണമസ് കോളേജുകളുമായി താരതമ്യപ്പെടുത്തി ഇവിടെ ഇത് പറയുമ്പോൾ അത് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യേ. ഇവിടെ അവതരിപ്പിച്ചത് അതേപറ്റി പറയാൻ ആ നിയമമൊന്നും പാസ്സായാൽ ചീത്തയാകുന്ന റബ്ബ് പാവപ്പെട്ട നല്ലവനായ റബ്ബായിരിക്കും. അങ്ങനെയോട് ഞാൻ പറയുകയാണ്, അങ്ങ് കുറച്ചുകൂടെ സംസാരിച്ചോ. ഞങ്ങളാരും ഒന്നും പറയാം, അങ്ങൊന്നും സംസാരിക്കത്തില്ല. 2-3 വാചകത്തേക്ക് നിർത്തിയേക്കാം. കുറച്ച് സംസാരിക്കണ്ടേ വിദ്യാഭ്യാസ മന്ത്രി? സംസാരിക്കാൻ അറിയാമല്ലോ, എന്താ സംസാരിച്ചാലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയാം കുറച്ചുകൂടെ സംസാരിക്കാൻ അനുവാദം തരാം. തീർന്നില്ലേ? കുറച്ചുകൂടെ സംസാരിച്ചാലെന്താ? ഒരു പ്രശ്നമില്ല, നിങ്ങൾ കുറച്ചുകൂടെ സംസാരിച്ചോ. ഞങ്ങളാരും നിങ്ങളെ തേജോവധം ചെയ്തില്ല, പക്ഷേ കാര്യങ്ങൾ ഭംഗിയായിട്ട് കിടക്കണം. അതുകൊണ്ട് ഈ കാര്യം ഞാൻ പറയുകയാണ്, ആ ബില്ല് അപകടകരമാണ്. ഇവിടുന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞ് പലരും അപകടകരമാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, നിങ്ങൾ ഓട്ടോണമി കൊടുക്കുന്ന സകല എയ്ഡഡ് കോളേജ് ഒന്നേ നിയമനം PSCക്ക് വേണം. വൈസ് ചാൻസലർമാരാകാൻ ഇല്ലാത്ത യോഗ്യതകൾ എഴുതി ചേർത്ത് സ്ഥാനം കൈയടക്കുന്ന കാലത്ത് സുധാകരന്റെ ധാർമ്മിക രോഷം അബ്ദുൾ റബ്ബിനും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കാം. 64 വളയ്ക്കാൻ ഇടവരുത്തുന്ന വളഞ്ഞ മോന്തായം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇനിയെങ്കിലും കൊണ്ടുവയ്ക്കില്ലെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിട. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.